ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ നിയമ പ്രസംഗകരിൽ നല്ലൊരു ശതമാനവും ദ്രവ്യാഗ്രഹത്തിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിൻ്റെയും സകലവിധ ദൂഷ്യത്തിൻ്റെയും പിടിയിലുമാണ്. ദ്രവ്യാഗ്രഹം സകലതിൻ്റെയും വേരായതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് ഈ ദ്രവ്യാഗ്രഹമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ വചനമാണ് പറയുന്ന ദ്രവ്യാഗ്രഹം സകലവിധത്തിൻ്റെയും വേരാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുമെന്ന് ഇരമ്യാവ് 8:10 പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കഭാഗം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ ദ്രവ്യാഗ്രഹവും അതോടൊപ്പമുള്ള വ്യഭിചാരവും ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭാര്യമാരുടെ അടുത്ത് വസിക്കാനുള്ള സമയവും സന്ദർഭവും ആരോഗ്യവും കിട്ടുകയില്ല. ആ സമയത്ത് ഭാര്യമാരെ ദൈവം തന്നെ പറഞ്ഞ് വേറെ കൊടുക്കുന്നു. ഇത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഭാര്യമാർ കൂട്ടത്തിലും കാണും. അപ്പോൾ സത്യത്തിൽ ആത്യന്തികമായി എന്നാ നടക്കുന്നത്? സത്യത്തിൽ നടക്കുന്നത് വ്യഭിചാരമാണ് നടക്കുന്നത്. രണ്ട് സൈഡിൽ കൂടെയും വ്യഭിചാരം നടക്കും. ഈ വ്യഭിചാരികൾ തലപ്പത്തിരിക്കുമ്പോൾ വിശ്വാസികളിലേക്ക് എന്നാ വരും? വിശ്വാസികളിലേക്ക് ഇത് തന്നെ വരും. അതായത് ഈ ദ്രവ്യാഗ്രഹം ഉള്ളവനാ പറയുന്നത് അത് ഉരിയിട്, ഇത് ഉരിയിട്, കയ്യിലെ വണ്ടിക്കൂലി ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ടിട്, അവിടുത്തെ വേലക്കിട്, ഇവിടുത്തെ വേലക്കിട്. ഇവനോടൊക്കെ ആരാ പറയുന്നത് ഇത്രയും കിടന്ന് പെടാപ്പാട് പെടാൻ? വേല ദൈവത്തിൻ്റെ അല്ല, ദൈവത്തിനറിയാൻ മേലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ. എന്തു പാടാപ്പെടുന്നത്! യേശു ശിഷ്യന്മാരെ അയച്ചപ്പം അന്നത്തെ കാലത്തെ അരമത്യക്കാരൻ ജോസഫിനെ വിളിച്ച്, ജോസഫേ വണ്ടിക്കൂലിക്കുള്ളത് കൈ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇടറ, എൻ്റെ വേല ചെയ്യാനുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? അരമത്യക്കാരൻ ജോസഫ് സമ്പന്നൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് യേശു ഇതൊന്നും പറഞ്ഞില്ല, ശിഷ്യന്മാരും പറഞ്ഞില്ല, കോടികളുണ്ടായിരുന്ന പൗലോസും ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ കേരളത്തിലെ ന്യൂജൻകാരനും അതിനോട് അനുകൂലിക്കുന്ന സ്വതന്ത്രന്മാരും എല്ലാം ഈ പരുവത്തിലെത്തി. മറ്റുള്ളവൻ്റെ വയറ്റിലെ മലം കണ്ടുകൊണ്ട് പന്നിയെ വളർത്തുന്ന അവസ്ഥ. ഇപ്പോൾ പന്നിക്കും മലം വേണ്ട, അത് വേറൊരു കാര്യം. എന്നാൽ ഈ രീതിയിലുള്ള വേല, ഈ പഴയ നിയമം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലേക്കുള്ള നിയമമായിരുന്നു. ക്രിസ്തു വരുന്നത് വരെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഏതൊരു രാജ്യത്തിനും ഒരു നിയമം വേണമല്ലോ, ദൈവരാജ്യത്തിനും ഒരു നിയമമുണ്ട്. ഈ പഴയ നിയമവ്യവസ്ഥ മുഴുവൻ, ഈ ന്യായപ്രമാണം മുഴുവൻ ക്രിസ്തുവിലേക്കുള്ളതായിരുന്നു. ആടിൻ്റെ ബലികളെല്ലാം ക്രിസ്തുവിൻ്റെ ബലിയുടെ നിഴലായിരുന്നു. പഴയ നിയമ ആചാരങ്ങൾ ക്രിസ്തുവിൻ്റെ നിഴലുമാണ്. ഈ നിഴലുണ്ടെങ്കിൽ ഒറിജിനലുണ്ട്, പൊരുളുണ്ട്. പഴയ നിയമത്തിലാകെ നിഴലായി ക്രിസ്തു ഉണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ മനസ്സിലാകുന്നവർക്കാണ് ഇത് പിടികിട്ടുന്നത്. മനസ്സിലാകാത്തവർ ചോദിക്കും ക്രിസ്തു എവിടെയാണ് ഉള്ളതെന്ന്. അവർക്കാകെ മനസ്സിലാകുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് മാത്രം അറിയാവുന്നത്. നീളം എവിടെ നോക്കിയാലും പഴയ നിയമത്തിൽ വചനവുമായിട്ടൊരു ബന്ധം വായിക്കുന്ന ക്രിസ്തുവിനെ കാണാം. അതൊരു നിഴൽ പോലെ നിൽക്കുന്നതേ ഉള്ളൂ. പഴയ പുതിയ നിയമ വിശ്വാസികളുടെ പിതാവിൻ്റെ പേര് അബ്രഹാം എന്നാണ്. പഴയ പുതിയ നിയമവിശ്വാസികളുടെ പിതാവിൻ്റെ പേര് അബ്രഹാം എന്നാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നും പറഞ്ഞ് തുടങ്ങിയാൽ മാറ്റപ്പെടാൻ പറ്റത്തില്ലാത്ത നിയമം തന്നെയാണ്. ഞാൻ അതിൻ്റെ 2-3 വീഡിയോയിൽ തീർത്ത് പറയാം. ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഇട്ട ഒരു പാലമായി നിയമം. അതുകൊണ്ട് മത്തായി 1:1 നമ്മൾ വായിക്കുമ്പം അതൊന്ന് വായിച്ചേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് പറയുന്നത്. ഈ അബ്രഹാം പഴയ നിയമകാലത്തിലുള്ള മനുഷ്യനാണ്. അബ്രഹാം ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ച ആളാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച ആളാണ്. ഈ ദാവീദ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും അധികം കാര്യങ്ങൾ പ്രവചനാത്മകമായി എഴുതി വെച്ച ആളാണ്. ഈ ദാവീദും പഴയ നിയമ കാലഘട്ടത്തിലുള്ള ആളാണ്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പുത്രന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അതിൻ്റെ താഴോട്ട് എൻ്റെ പേരും ഉണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുണ്ട്. എന്നാലേ ഇതൊക്കുള്ളൂ. ഈ പഴയ നിയമം മാറ്റിവെച്ചാൽ പുതിയ നിയമ അനുഗ്രഹങ്ങളൊന്നും വിശ്വാസികൾക്ക് സാധ്യമായി വരില്ല. ഗലാത്യർ 3:14 വായിച്ചേ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിൻ്റെ അനുഗ്രഹമായി വരുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ വിജാതിയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദാനം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം പഴയ നിയമ അനുഗ്രഹമാണ്. വിശ്വാസത്താലാണെങ്കിലും അബ്രഹാം നിയമം അനുസരിച്ച് ജീവിച്ച ആളാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം അത് യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. ജാതികളായ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം
ജാതികളായ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാ കർത്താവ് ഈ പഴയ പുതിയ നിയമങ്ങൾക്കിടയിൽ കുരിശിൽ മരിച്ചത്. അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഈ നക്ഷത്രം എണ്ണാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി കുറച്ച് നേരം അവിടെ നിന്ന് എണ്ണി നോക്കി കാണും. ഒരു രക്ഷയില്ല കർത്താവേ, നമുക്കറിയാവുന്ന കണക്കും പ്രകാരം രക്ഷയില്ലെന്ന് പറഞ്ഞു. നിൻ്റെ സന്തതി ഞാൻ ഇതുപോലെ ആക്കുമെന്ന് പറയുന്ന കാലത്ത് അവൻ ഒരെണ്ണം പോലും ഇല്ല. അബ്രഹാമിന് കിട്ടിയ ഈ വാഗ്ദാനം നിവർത്തിയാകണേ യേശു ക്രിസ്തുവിലേ പറ്റുള്ളൂ, അല്ലാതെ ജനിച്ചൊന്നും എണ്ണമാകില്ല. ജാതിയായ ഞാനും കൂടി അതിനകത്തുണ്ടായിരുന്നു, നിങ്ങളും കൂടി അതിനകത്തുണ്ടായിരുന്നു. നമുക്ക് ഈ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചതും, അല്ലെങ്കിൽ കുരിശിൽ മരിച്ചതും, അടക്കപ്പെട്ടതും, ഉയർത്തതും, സ്വർഗാരോഹണം ചെയ്തതും, പരിശുദ്ധാത്മാവിനെ അയച്ചതും ഒക്കെ. ഈ പരിശുദ്ധാത്മാവിനെ ഇങ്ങനത്തെ ഒരു രീതിയിൽ അയച്ച് ഭൂമി വരുന്നില്ലായിരുന്നെങ്കിൽ യഹൂദന് മാത്രമേ ഈ പിതാവായ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ, നമുക്കാർക്കും ഇതിനകത്തൊരു ബന്ധവും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇതിലൊന്നും വേണ്ടെന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കളികളുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ജഡപ്രകാര സന്തതിയും പുതിയ നിയമത്തിൽ ആത്മീക സന്തതിയുമാവുന്നു. ജഡപ്രകാര സന്തതി, ആത്മീക പ്രകാര സന്തതി. എന്തുകൊണ്ടെന്നാൽ ഏതാത്മാവും ജഡത്തിൽ കൂടി മാത്രമേ ഭൂമിയിൽ ജനിക്കുകയുള്ളൂ, അല്ലെ ഭൂമിയിൽ അവതരിക്കാൻ സാധ്യമാവുള്ളൂ. ജഡമില്ലാതെ ഒരാത്മാവിന് ഭൂമി വന്നാൽ അത് ആരിൽ കാണാൻ പറ്റുമോ? ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞ് ആത്മാവായ ദൈവം ഭൂമി വന്ന ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ദൂതൻ ആത്മാവാ, കാണാൻ പറ്റുമോ? സ്ഥിരമായി ഇവിടെ വസിക്കാൻ പറ്റുമോ? വസിച്ചാൽ തന്നെ ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? അക്ഷരികമായത് കാണാനോ അതിനോടൊപ്പം വസിക്കാനോ പറ്റുമോ? അപ്പോൾ പഴയ നിയമം ശരീരമാണെങ്കിൽ പുതിയ നിയമം ആത്മാവാകുന്നു. ആത്മാവും ശരീരവും വേണമല്ലോ. പഴയ നിയമം ശരീരമെങ്കിൽ പുതിയ നിയമം ആത്മാവാകുന്നു. ആത്മാവും ശരീരവും വേണം. ഇനി കൊളോസ്യ ലേഖനം 1:20 വായിച്ചേ. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പിതാവിന് പ്രസാദം തോന്നി. അതായത് പഴയ നിയമം ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തികൾ ഇതിൻ്റെ കൃത്യമായ ഒരു ഭാഗം നോക്കിയാൽ കൊളോസ്യർ 1:20 പറയുന്നത്, ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കാൽവരിയിൽ തൂങ്ങി മരിച്ചു, കുരിശിൽ തൂങ്ങി മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനകത്ത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ആഴം നമുക്ക് പിടികിട്ടുന്നത്. 11-ാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റെതിലും വിശിഷ്ടമായ യാഗം അർപ്പിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ട്, പിന്നീട് ഇങ്ങോട്ട് വിശ്വാസത്താൽ ഇങ്ങോട്ട് പറഞ്ഞ് വരുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം ആളുകളും പഴയ നിയമഭക്തന്മാരാണ്. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുക, 40-ാമത്തെ വാക്യത്തിൽ, നമ്മെ കൂടാതെ അവർ രക്ഷാപൂർണത പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് കരുതി വച്ചിരിക്കുന്നു. കാരണം ഇതെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരുമിച്ചുള്ള ഒരു സാഹചര്യമാണ്. അതിനകത്ത് അവരെ കളഞ്ഞിട്ട് നമ്മളുമില്ല, നമ്മളെ കളഞ്ഞിട്ട് അവരുമില്ല. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിന് 39-ാമത്തെ വാക്യം പറയുന്നത്, അവരെല്ലാവരും വിശ്വാസത്താൽ അംഗീകാരം പ്രാപിച്ചെങ്കിലും അവരിൽ ആരും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ലെന്ന് പൗലോസ് എഴുതിയേക്കുന്നത്. കാരണം നമ്മെ കൂടാതെ അവർ രക്ഷാപൂർണത പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് കരുതി വച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളായിട്ട് മാറ്റാനോ നമുക്കതിനനുസരിച്ച് പറയാനോ വ്യവസ്ഥയില്ല. പഴയ പുതിയ നിയമ വിശ്വാസികളെ ദൈവം ഒരു ചങ്ങലയുടെ കണ്ണിയാക്കി ദൃഷ്ടാന്തമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. പഴയ പുതിയ നിയമ വിശ്വാസികളെ ഒരു ചങ്ങലയുടെ കണ്ണിയാക്കി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. ഇവരിൽ എല്ലാവരെക്കുറിച്ചും പറയുന്നത് പ്രവൃത്തിയാൽ എന്നല്ല, ഇവരെല്ലാം വിശ്വാസത്താൽ എഴുതിയേക്കുന്നത്. വിശ്വാസത്താൽ നോഹയോട് മഞ്ഞ് പോലും ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ മഞ്ഞ് മാത്രം ഉള്ള കാലത്ത് നോഹയോട് പറഞ്ഞു പെട്ടകം ഉണ്ടാക്കാൻ. നോഹ വിശ്വാസത്താൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ട് സാമ്പിൾ ഇപ്പം US ഉണ്ടാക്കി ഒരു എക്സിബിഷനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ മൃഗങ്ങളെയും കയറ്റിയതുകൊണ്ട്. അപ്പോൾ അതുപോലെ വിശ്വാസത്താൽ അബ്രഹാം, പിന്നെ പുറകെ വിശ്വാസത്താൽ സാറ, പിന്നെ അങ്ങോട്ട് വിശ്വാസത്താൽ യാക്കോബ്, വിശ്വാസത്താൽ ഇസഹാക്ക്, വിശ്വാസത്താൽ ജോസഫ്, വിശ്വാസത്താൽ മോശ, ഇങ്ങനെ വിശ്വാസത്താൽ രാഹാബ്,
എന്തിന് ഇവരിലധികം പറയുന്നുണ്ട്, ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ്, ശമൂവേൽ എന്നിവരെല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും വിശദീകരിക്കാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. ഇപ്പോൾ ഈ പുതിയ നിയമ പ്രസംഗകരുടെ വിവസം കേട്ടാൽ ഇവർക്ക് മാത്രമേ വിശ്വാസമുള്ളെന്ന് തോന്നും. നിങ്ങൾ മാത്രമേ വിശ്വാസമുള്ളെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അത് വെറുതെയാ. ദാവീദ്, അബ്രഹാം ആ വിശ്വാസികളുടെ പിതാവ്. അവിടം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവരുടെ എല്ലാം പേര് പറയുമ്പോൾ അവിടെ എല്ലാം വർക്ക് ചെയ്തത് വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ഈ പഴയ നിയമം അതിൻ്റെ പൂർത്തീകരണമായ ബലികൾ ഒഴിച്ച് ബാക്കിയുള്ളതൊന്നും മാറുന്നില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ദൈവം മുന്നോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ജഡസന്തതി അല്ലാതെ ആത്മീക സന്തതിയായി കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ ജാതികളായി ഞങ്ങൾക്ക് ക്രിസ്തുവേശിലൂടെ പ്രവേശനം ലഭിപ്പാൻ കർത്താവ് കാൽവരിയിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ജാതികളായി വെളിയിൽ നിൽക്കുമായിരുന്നു. ആ യഹൂദന് മാത്രം കിട്ടുമായിരുന്ന സൗഭാഗ്യം ദൈവം ഞങ്ങൾക്കൂടെ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കർത്താവേ, പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട്, വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് സകലതും തെറ്റിച്ച് കളഞ്ഞ് പാപത്തിന് രഹസ്യമായ പരസ്യമായ പിന്തുണകൾ കൊടുത്തുകൊണ്ട്, കർത്താവെ പാപം പ്രശ്നമല്ല എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട്, കർത്താവെ അതിനനുസരിച്ചുള്ള പഠനങ്ങളുമായി നിൽക്കുന്ന തെറ്റായ ഉപദേശങ്ങളുടെ കടയ്ക്ക് കത്തിവെക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം അതിശക്തമായിട്ട് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. വചനത്തിന് വേണ്ടി തീ പോലെ നിൽക്കുന്ന അനേകരെ എഴുന്നേൽപ്പിക്കണമേ. അവരുടെ നാവിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വചനം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.